ഹലോ. ഹലോ ലിയാഖത്ത് സാഹിബ്, അതെ. തിരക്കിലാണോ? ബിസിയാണോ? അല്ലല്ലോ. ഓക്കെ. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സാധാരണ. ആ നിങ്ങളൊക്കെ ഇസ്ലാമെന്ന് മാറുന്നതിന്റെ എത്ര മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ച ആളാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മാനുഷികമായിട്ടോ അല്ലെങ്കിൽ അടിമത്തത്തിനെ പറ്റിയൊന്നുമല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അറബി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പള്ളിസ് പോലെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം അറബി തന്നെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അർത്ഥം അറിയാനൊക്കെ കഴിയും. അപ്പോ ഞാൻ ആദ്യം എനിക്ക് ഒരു സംശയമായിട്ട് തുടങ്ങുന്നത്, ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സാങ്കല്പിക കഥകൾക്ക് അപ്പുറമായിട്ട് യാഥാർത്ഥ്യത്തിനോടൊരു അടുപ്പില്ലാത്ത പോലെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു തുടക്കം പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ, നമുക്ക് പടച്ചവനോട് ദ്വാർക്കുക എന്നുള്ളത്. പടച്ചവനോട് നമ്മള് ചോദിച്ചാൽ നമ്മള് ചെരുപ്പിന്റെ വാറിന്റെ അടുത്താണ് പടച്ചവനാണ് പറയാറുള്ളത്, അല്ലെ? പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഇതുവരെ ചോദിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം ഈ പടച്ചോൻ പറഞ്ഞത് ഉണ്ടോ ഇല്ലേ? ആളുകൾ പടച്ചോൻ ഉണ്ടെന്ന് പറയണ്ടേ, പടച്ചോൻ ചോദിച്ചാൽ കിട്ടുമെന്ന് പറയണ്ടേ. പക്ഷെ ഇങ്ങനെ സംഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇനി വേറെ ആർക്കും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല എന്നുള്ളത് സംശയമുണ്ട്. അങ്ങനെ ഞാൻ പല മുസ്ലിയാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, എടോ അത് എനിക്ക് വിശ്വാസം പോരായിട്ടാണ്, എന്റെ ചോദ്യം ശരിയാകാത്തതുകൊണ്ടാണ്, അതൊന്നും നല്ല വിശ്വാസം നല്ല ആത്മാർത്ഥത്തോട് കൂടി ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ നമ്മളവിടെ നാട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ കുറച്ചോട് കുറച്ച് അടുത്ത സ്ഥലത്താകുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കിട്ടും എന്നുള്ളതിൽ മക്കത്ത് വന്ന സമയത്ത് മക്കത്ത് കില്ല പിടിച്ചിട്ടും മക്കത്ത് അതേപോലെ പാത്തിന്റെ ചോട്ട് നിന്നിട്ട് എത്രയോ ഞാൻ ഇത് നടന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു സംഭവം നടന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം, ഇവര് പറഞ്ഞനുസരിച്ച് എന്റെ ചോദ്യത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാവും എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ഉംറക്ക് വന്ന ആളുകളോട് കുറെ ആളോട് ഇതിനെ പറ്റി അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞ തുടക്കത്തിൽ അവർ പറയാം പറച്ചോലെ ചോദിച്ചാൽ മതി അവർ കിട്ടും, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ടൊക്കെ പറഞ്ഞ്. പക്ഷെ അവരോട് കൂടുതൽ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാം അല്ല അത് പിന്നെ അങ്ങനെയൊന്നല്ല, ഒരു ചക്കട്ടപ്പോ മുയലിന് കിട്ടുന്ന രൂപത്തിൽ മാത്രമാണ് കിട്ടുന്ന രൂപത്തിലേക്ക് അവർ വരും. അങ്ങനെയാണ് എന്റെ ഒരു സംശയം തുടങ്ങുന്നത് ഇതിനെ പറ്റി. അപ്പോഴാണ് ഈ പറച്ചുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം ദ്വാപര യുഗത്തിലൊക്കെ നമ്മള് പിന്നെ എന്താണ് ശ്രീകൃഷ്ണന്റെ ഒക്കെ കാലത്ത് തപസ്സിരുന്ന് കണ്ട് ശിവനെയും അവരൊക്കെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്, അല്ലേ? അതേപോലെ ഈ 1400-1500 കൊല്ലം മുമ്പ് ഉള്ള കഥകളിലൊക്കെ ഇതേപോലെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോ ഈസാ നബി ആവട്ടെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു, മൂസാ നബി ആവട്ടെ കയറിട്ടപ്പോഴേക്കും പിന്നെ വടിയിട്ടപ്പോഴൊക്കെ പാമ്പായി, നബി ആവട്ടെ പിന്നെ ഒരു കൈ കൊണ്ട് ചന്ദ്രൻ രണ്ട് പുറപ്പാക്കിയിട്ട് രണ്ട് കയ്യിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളൊക്കെ ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഈ നൂറ്റാണ്ടിൽ എവിടെയെങ്കിലും നടന്നതായിട്ട് നമ്മളെ ചരിത്രത്തിലോ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഈ നൂറ്റാണ്ട് മാജിക്കൽ നടക്കാറുണ്ട്. അല്ല, ഈ നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഭ്രാന്താശുപത്രികളൊക്കെ സജീവായില്ലേ? അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ ഒടിയന്മാരുണ്ടായിരുന്നല്ലോ. ഒടിയുണ്ടായിരുന്നു. അതെ അതെ ഒടിയന്മാര്. ഇപ്പൊ എന്റെ അമ്മായി ഇപ്പോഴും ജീവിച്ചൊരു അമ്മായി പറയും, ഞാൻ ഒടിയനെ നേരിട്ട് കണ്ടിട്ട് ഞാൻ മാളികപ്പുറത്തിരുന്നപ്പോ ഒടിയന് ഇതേപോലെ ടക്ക 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 ഒരു കാളയായിട്ട് വന്ന് എന്നിട്ട് ഞങ്ങളെ മുന്നിൽ കൂടെ പോയി എന്നൊക്കെ കഥ പറയും. അങ്ങനെ കഥ പറയും. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഇപ്പൊ എവിടെയും കാണണ്ട കേൾക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ പിന്നെ മനുഷ്യന്റെ ഭയങ്ങളെ മനുഷ്യന്റെ ആശങ്കകളെ ഇങ്ങനെ എന്താ പറയാ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് ഇതൊക്കെ. അതൊക്കെ അപസർപ്പക കഥകളാണ്. പിന്നെ നിങ്ങൾ ഈ ദ്വയുടെ ന്യായങ്ങൾക്ക് അറിയോ? നിങ്ങള് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും പറയാം, ഓർമ്മിപ്പിക്കാം. അതായത് ദ്വാക്ക് ഉത്തരം കിട്ടുന്നത്, ഇജാബ് കിട്ടുക എന്ന് പറഞ്ഞാല് 3 തരത്തിലാണത്. ഒന്നുകില് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിന് കിട്ടും, അത് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് തന്നു, അതാണ് ഒരു സാധനം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ചോദിച്ചു പക്ഷെ നിങ്ങൾക്ക് അത് തരാതിരിക്കലായിരിക്കും അല്ല നിങ്ങൾക്ക് കണ്ടിട്ടുള്ള നന്മ. അതായത് നേരെ വിപരീതം സംഭവിക്കാം.
അതെ അതെ. നിങ്ങൾ ഈ കട ഒന്ന് വീട്ടിൽ തരണേന്ന് പറഞ്ഞു. അത് പ്രാർത്ഥിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങളെ 10 ലക്ഷം കട 20 ലക്ഷമായി. അത് സംഭവിക്കാം. അതെ. രണ്ടാമത്തത് ഹൈറ് കണ്ടിട്ടുണ്ടാവുന്നത്. അപ്പൊ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കിട്ടൂല. നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുള്ള പ്രതിഫലം ഉണ്ടല്ലോ, അത് അവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. മൂന്നായിരം കിട്ടിയാ പോലെ. അങ്ങനെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ഇതിൽ മൂലയോട് ചോദിച്ചു. നമ്മളിവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് എന്ത്, പിന്നെ ഇപ്പൊ ഞാൻ കറുത്തവനാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണ് ബുദ്ധിമുട്ടുള്ളവനാണ്, എനിക്ക് നല്ല എന്ത് തരണേന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഓക്കെ, അതിപ്പോ ഇവിടുന്ന് കിട്ടില്ല, മരിച്ചോട്ട് കിട്ടും, മരിച്ചത് അവിടെ സ്വർഗത്തിൽ എന്ന് കിട്ടുന്ന പറയും. ഈ സ്വർഗത്തിൽ എന്ന അവസ്ഥ എന്താണ്? ഒരു കൂട്ടർക്ക് ജനാദർ ഫിർദൗസ്, ഒരു കൂട്ടർക്ക് വേറത്, അവിടെയും ഒരു തരംതിരിവല്ലുള്ളത്. നമ്മൾ ഈ തരംതിരിവൊന്നും ഉണ്ടാവാതെ സ്വർഗത്തിൽ കിട്ടുന്നുണ്ട്, അവിടെ ചെന്നാലും പിന്നെയും തരംതിരിവാടുള്ളത്. പിന്നെ അവിടെ കിട്ടുന്ന കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഈ സംശയം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാന് വെള്ളിയാഴ്ച ജുമാ സമയത്ത്, അതായത് വെള്ളിയാഴ്ച ജുമാനാൽ ഫർദ് ഐനാണ് അതെ, അങ്ങനെ വെള്ളിയാഴ്ച ജുമാ സമയത്ത് എന്റെ ഈ സംശയം തെറ്റാണോ ശരിയാണോ പഠിച്ചോണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ട്. ഞാൻ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ മുന്നോട്ട് നടന്നു കണ്ട് ഞാൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ പഠിച്ചോനെ ഉണ്ടെങ്കിൽ പഠിച്ചോന്റെ കാലം എവിടെയെങ്കിലും വെച്ചുത്തിക്കാണ്ട് ഒന്ന് മുറിയാക്കണേ. കാരണം നമ്മളെ മനസ്സിൽ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ചിന്തിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതെ അതെ അതെ. പക്ഷെ അങ്ങനെ ഒന്നും എന്ത് ചെയ്തിട്ട് സംഭവിച്ചില്ല എന്നുള്ള ഞാൻ മനസ്സിലായി. പിന്നെ നമ്മള് ചെറുപ്പത്തില് അല്ല പിന്നെ പടച്ചോന് എല്ലാരും ഉണ്ടാക്കിയെന്ന് പറയും നമ്മള്. കുട്ടികളാകുമ്പോ അതാണ്ട് പറഞ്ഞ് പഠിപ്പിക്കാം. ഈ ലോകം ഭൂലോകം കണ്ടകടാങ്ങളൊക്കെ പടച്ചോണ്ടാക്കി. പക്ഷെ പടച്ചോൻ ആരുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തല്ല കിട്ട ചോദിക്കാൻ്റെ പാടില്ല. അവിടെയൊക്കെ നമുക്ക് ഇല്ല, ഉത്തരവില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ എന്നെ പറയും എന്താ തലയിരിഞ്ഞാണ്ട് വർത്തമാനം പറഞ്ഞു ചോദിക്കും. അവിടെയാണ് അങ്ങനെയുള്ള ഒരു ഇതിലാണ് എനിക്ക്. പിന്നെ അന്ന് ചെറിയ കുട്ടികളാകുമ്പോ നമുക്ക് ഇങ്ങനെ ഈ പിന്നെ അടിമത്തത്തിനെ പറ്റോ അല്ലെങ്കിൽ മാനവികതയെ പറ്റുന്ന അത്ര വലിയൊരു അവകാശമില്ലാത്ത സമയത്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചെറിയ കാര്യം. നമ്മൾ ചെറിയൊരു മനസ്സിൽ ചെറിയ മനസ്സിൽ ചെറിയ കാര്യങ്ങൾ തോന്നുന്നതാണത്. ഞാൻ കുറച്ചൊരു കാര്യം ചോദിക്കാം, എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഞാനവിടെ ചോദിച്ചു. വർഷങ്ങളോളം നിരന്തരമായിട്ട് ചോദിച്ചിട്ടും അതിന്റെ ഒരു ഫലം, ചെറിയൊരു ഫലം അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചോദിക്കൊണ്ട് നമ്മള് വെറുതെ എന്തൊരു കല്ലിനോട് വെച്ച് ഒരേ പോലെ തന്നെ അല്ലേ, അല്ലെങ്കിൽ മരത്തിനോട് വെച്ച് ഒരേ പോലെ തന്നെ, അതേപോലെ പറിച്ചോണ്ട് ചോദിച്ചു. പറിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും തരില്ലല്ലോ. പിന്നെ ഈ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് സാധാരണ ഇതിലിപ്പോ പരീക്ഷക്ക് ജയിക്കണം, ആൺകുട്ടി ഉണ്ടാവണം എന്നിത്യാദി ചോദ്യങ്ങൾ, പെൺകുട്ടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചോ, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത 50% കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പരീക്ഷക്ക് പാസ്സാവാനുള്ള, ഇപ്പൊ SSLC പരീക്ഷ പഠിക്കുന്ന മുസ്ലിം കുട്ടികള് അള്ളാ എനിക്ക് പരീക്ഷയിൽ SSLC പാസ്സാക്കി തരണേ പഠിച്ചോനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത 90%. നമ്മളത് ആഗ്രഹിക്കും, നമ്മളതിനെ ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, അതിനുള്ള ഫലം കിട്ടുന്നു, സൈഡിൽ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇപ്പോ മന്നും സെൽവി ഇറക്കി അല്ലേ, മൂസാ നബിന്റെ ടീമിന് മന്നും സെൽവി ഇറക്കി കൊടുത്തു എന്ന പോലെ ഏതെങ്കിലും ഒരു ഉദാഹരണം അതാണ് ഞാൻ പറഞ്ഞത്. കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ഏതെങ്കിലും കല്ല് കുത്തിയിട്ടെങ്കിലും ഒന്ന് പഠിച്ചോനേച്ചൊന്നും ഉറപ്പിക്കൊണ്ടായിരുന്നല്ലോ. ഈ സാധനം മക്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ മുഹമ്മദ് ഇൻ കേസ് ഇനി എങ്ങാനും പ്രവാചകനാണെങ്കിലോ എന്ന സംശയം വെച്ച് പുലർത്തുകയും അത് പരീക്ഷിച്ചറിയാൻ നിരന്തരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇവര് ജൂതന്മാരുടെ അടുത്തൊക്കെ പ്രതിനിധി സംഘത്തെ അയച്ചിട്ട് ഇത് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലത്തും മനുഷ്യന്മാരുടെ പ്രശ്നം ഇത് തന്നെയായിരുന്നു, അത് ഉറപ്പില്ല. എന്നാൽ ഇത് എന്തെങ്കിലും കാര്യം എന്ന് മാത്രമല്ല, ഇത് നമ്മളോട് പറയണത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കിയാണ് പറയണമെന്നാണ്. കള്ളസാക്ഷ്യം പറയണമെന്നാണ് ഇപ്പൊ പറയണതേ. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഇല്ല. അതാണ് ഷഹാദത്തിന്റെ തന്നെ പ്രശ്നം. ആയിക്കോട്ടെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുറെ ഉണ്ടല്ലോ നമ്മളെ മുന്നേ ഉണ്ടല്ലോ. അത് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന എത്രയോ മുമ്പുള്ള
ഇപ്പോഴൊന്നല്ല, ഇതൊക്കെ കുറെ മുമ്പ് ചിന്തിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊന്നും തുറന്ന് പറയാൻ പറ്റില്ല. കാരണം കുടുംബത്തിലും പിന്നെ നാട്ടിലൊക്കെ ആകെ പ്രശ്നങ്ങളാവും. ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കേണ്ടി വരികയാണ്. അതാണ് ഇഷ്യൂ. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ മനസ്സമാധാനം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതെ, പിന്നെ അങ്ങനെയാണ് ഞാൻ വിശദമായിട്ട്, അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഹദീസ് ബുഖാരിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസിലുള്ള നമ്പറുള്ള ഹദീസ് മാത്രം എടുത്തിട്ട് അതിന്റെ അപ്പുറത്തെ ഹദീസ് വായിക്കൂല. അതിൽ അത് സ്കിപ്പ് ചെയ്ത് അപ്പുറത്ത് പോകാന്നറിയാം. അത് നമ്പർ ഇട്ടുള്ളത്. പിന്നെ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഈ ഹദീസുകൾ ഓരോന്നോരോന്ന് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ മലയാളത്തിൽ അറബിത്തിൽ തന്നെയാണ് ഞാൻ വായിച്ചുള്ളത്. അപ്പോഴാണ് ഇത് മനസ്സിലായി, പഠിച്ചോനെ ഇതാണ്ടായിരുന്നു ഇവര് അന്ന് പഠിപ്പിക്കാതിരുന്നത്, ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഹദീസുകൾ ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. കാരണം അന്ന് അവർ പഠിപ്പിക്കാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചോദ്യത്തിനോട് അതിന്റെ ശേഷം ഉത്തരം പറയാൻ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ള പേടിയുണ്ടാവും. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പലിദർസുകളൊക്കെ മുർത്തദ്ദുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻക്യുബേറ്ററുകളായിട്ട് മാറും. എല്ലാ സംശയം ചോദിക്കാനുള്ള ഹദീസൊക്കെ കൊടുക്കും. പിന്നെ അതെ പിന്നെ അതാണ് അധികം അറബി ഒന്നും പിന്നെ നമ്മൾ അധികം ശ്രദ്ധിച്ച് പഠിക്കില്ലല്ലോ. അറബി അങ്ങനെ വായിച്ചു പോകാന്നുള്ളൂ. പാരായണം മാത്രമാണല്ലോ ഖുർആനൊക്കെ പ്രത്യേകിച്ചുള്ളത്. ഇപ്പോഴല്ല, ഇപ്പൊ ഈ ഇന്റർനെറ്റും അതേപോലെ പരിഭാഷകൾ ഇറങ്ങിയ ശേഷമാണല്ലോ ശരിക്കുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് ഒരു പരിഭാഷ അതെ ഇതിന് മുമ്പ് പരിഭാഷ നമ്മൾ ചെയ്യുന്ന തന്നെ പ്രശ്നമാണ്. കാരണം പരിഭാഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ തർജ്ജമ ചെയ്യണമെങ്കിൽ അതിന് കുറെ നിയമങ്ങളുണ്ട്. അതിനുള്ള എല്ലാതും കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ആൾക്ക് ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. കുറെ അല്ലേ ഉണ്ടായിരുന്നത്. നമ്മൾ എന്റെ തുടക്കം എങ്ങനെയാണെന്ന് പറയാം. ഒരു ദുആക്ക് ഒരിക്കലും ഉത്തരം കിട്ടി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് പോലും എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അതെ പിന്നെ അതേപോലെ വേറെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ ഈ ലോകത്തു നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എന്നാൽ പരലോകത്ത് നമ്മൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഒരേപോലെ ഇതാണ്. പക്ഷെ നമ്മൾ ഖുർആനും ഹദീസും പഠിച്ചപ്പോഴാണ് മനസ്സിലായത് പരലോകത്ത് ചെന്നാലും സ്വർഗത്തിൽ ചെന്നാലും ആളുകളെ തട്ടുകളായിട്ട് തിരിക്കുണ്ടാവും എന്നുള്ളത്. അവിടെ ചെന്നാലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നിയമം കിട്ടില്ല. ജന്നാത്തുൽ ഫിർദൗസ്ക്ക് ആണ് നമ്മൾ വേണ്ടത്. അപ്പൊ ജന്നാത്തുൽ ഫിർദൗസിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് വളരെ അപൂർവ ആളുകളുടെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വർഗത്തിൽ പോയിട്ടും കാര്യമില്ല. നമ്മള് പിന്നെ ഒരാൾ ഒരാൾ പിന്നെ ഉയർന്നവനായിരിക്കും ഉറപ്പം. അതേപോലെ ഇപ്പൊ പിന്നെ തട്ടുകൾ, അതാ പറഞ്ഞത്, തട്ടുകളെ തിരിച്ചു തന്നെ അർത്ഥം എന്താ, ഒരാൾ താഴ്ന്ന ഒരാൾ മുകളിലും അല്ലേ. സ്വർഗത്തിൽ ചെന്നാലും തട്ടുകൾ ഉണ്ടാവും എന്നർത്ഥം. അതെ, അർശ് മുകളില്. അതെ, പിന്നെ അതേപോലെ തന്നെ പിന്നെ നബി പറഞ്ഞ ഹബഷി നിങ്ങൾ നേതാവായാലും പോലും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ ഇങ്ങനെ ലളിതമായി ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ഹബഷി എന്നൊക്കെ കാരണം അങ്ങനെ അതൊരു മനുഷ്യനല്ലേ. അതെ, അങ്ങനെയല്ലല്ലോ. ഹദീസില് കുറച്ചുകൂടി ശരിക്കും പറയണ്ടല്ലോ. അതായത് ഉണക്കമുന്തിരിയുടെ മുഖമുള്ള ഒരു എത്യോപ്യൻ അടിമയാണെങ്കിലും എന്നാണ്. അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊരു മനുഷ്യൻ, നമ്മളൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യനല്ലേ. അയാൾ വിശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം ഉണ്ട് തന്നെ ആൾക്ക് എന്താ ഏത് പിന്നെ രംഗത്തെത്തിക്കൂടെ. അതൊക്കെയാണ് അന്ന് നമ്മളെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഈ നിയമങ്ങളുടെ വിരോധാഭാസം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നോമ്പുള്ള സമയം അല്ല പെരുന്നാളുള്ള സമയത്ത് നോമ്പ് വെക്കാൻ പാടില്ല, ഹറാമാണ് അല്ലേ. എന്നാ ഇന്നിപ്പോ സംഭവിച്ചെന്താണ്? ഈ മാസം സംഭവിച്ചെന്താ? ഒരു സ്ഥലത്ത് പെരുന്നാൾ, ഒരു സ്ഥലത്ത് നോമ്പ്. അറഫ നോമ്പ് പറഞ്ഞ് നോക്കുന്നത് ഒരു ദിവസം, അറഫ ദിവസം വേറെ ദിവസം. അത് ശരിക്ക് കാരണം പിന്നെ അത് ശരിക്ക് പിന്നെ മുസ്ലിമിൽ തന്നെ വന്നിട്ടുണ്ട്. നഹാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമ യൗമൈൻ, യൗമുൽ ഫിത്ർ വ യൗമുൽ നഹർ. ഈ 2 ദിവസം, അതായത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നോമ്പ് നോക്കാൻ പാടില്ല. അത് നഹ എന്നാ പറഞ്ഞത്, നിരോധിച്ചു എന്നാ പറഞ്ഞത്. ഒരു ഇത് ഒറ്റ പകലില് ഒരു ഭാഗത്ത് നോലുമ്പും ഒരു ഭാഗത്ത് മീൻസ് ഒരു ഭാഗത്ത് പിന്നെ പെരുന്നാൾ, ഒരു ഭാഗത്ത് നോമ്പും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നോമ്പ് ഉണ്ട്. അത് നോർമലായിട്ടുണ്ട്. ഇത് അതല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ സൗദി അറേബ്യയിൽ ഇന്ന് വലിയ പെരുന്നാൾ എല്ലാവർക്കും അറിയാം. അത് ഇന്നലെ വലിയ പെരുന്നാൾ, ഇന്ന് നാട്ടിൽ വലിയ പെരുന്നാൾ. ഇവിടെ വലിയ പെരുന്നാളുള്ള സമയത്ത് നാട്ടിൽ നോമ്പ് നോക്കുക. എന്താ പറയാ, അതാ നമ്മളത് ഒരു യാഥാർത്ഥ്യത്തിനോട് ഒത്തുപോകാത്ത കുറെ കാര്യങ്ങളാണ് നിയമങ്ങളിലെന്ന് പറയാം. അതേമാതിരി വെറുതെ അനാവശ്യമായിട്ടുള്ള കുറെ പിടിവാശികളാണ്. അതാണ്. അതേപോലെ തന്നെ ചന്ദ്രൻ എന്ന സാധനം
ചന്ദ്രൻ എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നു ഇത് ഭൂമിയുടെ ഒരു ഗ്രഹം എന്നുള്ളത്. ഉപഗ്രഹമാണെന്നല്ലേ? അവര് മവാക്കത്തുലിന്നാസുണ്ട്. അതായത് പിന്നെ ചന്ദ്രനെ പറ്റി ചോദിച്ചപ്പോ എന്താണ് ഇത് ആകാശത്ത് സമയം അറിയാൻ വേണ്ടി സാധനം ഉണ്ടാക്കിയതാ പറഞ്ഞത്. പടച്ചോനെ അറിയില്ലായിരുന്നു അത്. പിന്നെ ദിവസം കണക്കാക്കാനൊന്നും മാസം കണക്കാക്കാനൊന്നും രണ്ടെണ്ണം. അതെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ നോമ്പിന്റെ കാര്യമാണ് പലപ്പോഴും. നോമ്പ് പറഞ്ഞാല് നമ്മള് ശരിക്കുള്ള ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ ഗ്യാസ് കയറിയിട്ട് വയറ്റിന്റെ എന്തൊക്കെ അസുഖങ്ങളാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആരോഗ്യത്തിൽ ഉണ്ടാവുക. അതൊന്നും ഒരു നോമ്പൊക്കെ ഭയങ്കര കോമഡി, ലോജിക്കലല്ല. നോമ്പ് ഭയങ്കരമായ കോമഡിയാണ്. നോമ്പ് നിർബന്ധമാക്കുന്നത് അതിന്റെ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ. അതെ അതിന്റെ കഥകൾ വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, അത് ശരിയാ. നോമ്പ് നിസ്കാരമൊക്കെ നിർബന്ധമാക്കി കഥകൾ ഇഷ്ടംപോലെ രസമായിട്ട് കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ ഉണ്ടാക്കിയ നോമ്പന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് ഹെൽത്ത് പരമായിട്ട് വലിയ പ്രശ്നങ്ങളുടെ കാര്യങ്ങളല്ല. ഞാൻ രാവിലെ നോമ്പ് വെക്കാറില്ല, എന്നെ കൊണ്ട് കഴിയില്ലാറ്. കാരണം ഗ്യാസ് പിടിച്ചിട്ട് വയറ് വേദനയിട്ട് ആകെ പ്രശ്നമാണ്. വെള്ളം കുടിക്കാതുള്ള നോമ്പ് അത് അതിനും വലിയ രസമാണ്. അതെ, അതിലും രസമാണ്. പിന്നെ എന്താണ് മറ്റേ സഹീഹ് ബുഖാരി തന്നെ പറഞ്ഞില്ല, ഹദീസ് 1924 തോന്നുന്നുണ്ട്. നോമ്പുകാരന്റെ വായിലുള്ള ഉച്ചരിലുള്ള വാസന അള്ളാഹിന്റെ മുമ്പിൽ കസ്തൂരി ഞാനത് അല്ലല്ലേ ഞാൻ ആലോചിക്കുന്നതല്ല, ഞാൻ നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ആലോചന. അതായത് അസർ നിസ്കാരത്തിന് റമദാനിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മൂക്ക് പൊത്തി നിൽക്കേണ്ടി വരും, അത്തരത്തിലുള്ള വാസന ഉണ്ടാകും. ഞാൻ ആലോചിക്കണമല്ല ഈ വാസന കുറച്ചോട്ട് കസ്തൂരിന്റെ വാസന എന്ന് മനസ്സിലായില്ല. കസ്തൂരിന്റെ വാസന എടുക്കുന്നത് കസ്തൂരിന്റെ വാസനയായി മാറുന്നു. ഇപ്പോഴും നിങ്ങൾ കുറച്ച് വായനായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കസ്തൂരിയായിട്ട് അനുഭവിക്കാന്നുള്ളതാണ്. എന്ത് ചെയ്യാ, നമ്മൾ ചെറുപ്പം ചിന്തിക്കുന്നത് കസ്തൂരി വാസന പോലെയാണെന്ന് പറഞ്ഞത്, അതാ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ മനുഷ്യന് ഉള്ള ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് പാട്ട്, ഡാൻസ്, ചിത്രവര അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും അല്ലെ? അതിപ്പോ പിന്നെ പഠിപ്പിച്ചോ പഠിപ്പിക്കാത്തോ ഒന്നുമല്ല, ആ ഒരു നൈസർഗികമായിട്ടുള്ള ഒരു ചിന്തയാണ് കുട്ടി മനുഷ്യന്റെ. പക്ഷെ ഇതൊന്നും ഇസ്ലാമിൽ പാടില്ല, ഇതിനൊക്കെ ഹറാമാക്കിയേക്കാണ്. അപ്പൊ എന്താ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങള് നൈസർഗികമായിട്ട് ഒരു പിന്നെ ആ കുട്ടിക്ക് ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണല്ല പാട്ട്, ഡാൻസ് ഒക്കെ. എന്നാലും അത് അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹ് കൊടുത്തതാ കഴിവുകൾ. അതെ, അതാണ് കഴിവുകളല്ല അത്. അതാ പറഞ്ഞത്, ആരും പഠിപ്പിച്ചുണ്ടാക്കിയതല്ല. ഒരു കുട്ടി ചെറിയ കുട്ടി പറഞ്ഞാൽ അത് പാട്ട് പാടുക പറഞ്ഞാല് ആരും പഠിപ്പിക്കുന്നതല്ല. എന്നിട്ട് ഇസ്ലാമിൽ പറയാൻ പാടില്ല, ഹറാമാണെന്ന് പറയും. ചിത്രം വരക്കണമൊക്കെ. പിന്നെ അതേപോലെ വേറെ സംശയം തോന്നിയ വേറെ സ്ഥലം വെച്ചാല് ബുഖാരി തന്നെ ഉണ്ട്. റജമൻ നബി റജമൻ നബി മൂസ അയിന് മലിക് മൗത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതായത് മൂസ നബി പിന്നെ മലക്കൽ മൗത്തിന്റെ കണ്ണിൽ അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ കഥ. അസ്രായേലിനെ തല്ലിയത്. അതെ അതെ, അതൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ എന്താ സംഭവം ഇങ്ങനെയൊക്കെ. കാരണം മൂസ നബി ഇത് മലക്ക് അസ്രായേലിന്റെ കണ്ടുപിട്ടി. അതെ അതെ. അപ്പൊ ഇതൊക്കെ ഒരു സാങ്കല്പികതയെക്കാളും കഷ്ടത്തിലുള്ള രസമുള്ള കഥകളാണെന്ന് ഉയരുന്ന ഒരു ഫീലാണ് ഇതൊക്കെ കഥകൾ വായിക്കുമ്പോൾ. അത് മറ്റേ അഘോരി സന്യാസികളെ എത്തും. അങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള ഓരോ പിന്നെ ഡയറക്റ്റ് കാര്യങ്ങളിൽ സംശയം വന്നപ്പോഴാണ് പിന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇതേപോലെ ഇസ്രാ മിറാജ് ഒക്കെ വന്നത്. അതൊന്നും ഒരിക്കലും സ്വപ്നമല്ലാതെ ഒരിക്കലും ഒരു ഒറിജിനൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ ഒരു നിലക്കും പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ പോയിട്ടില്ലേ, സംഭവിച്ചാന്ന് പറയണ്ടല്ലോ. സ്വപ്നത്തിൽ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ പറന്ന് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അതേപോലെയുള്ള സംഭവം എന്നല്ലാതെ അതിനൊക്കെ കൂടെ അതന്നെ പറഞ്ഞത്. അതേപോലെ ചന്ദ്രനെ പിളർത്തി തന്നെ. ചന്ദ്രൻ എന്താണ്? ഭൂമിന്റെ ഗുരുത്വാകർഷണത്തിന്റെ ഒരു വേലിയേറ്റം വിലർക്ക് ഉണ്ടാക്കണൊക്കെ ചന്ദ്രനാണ്. അതേപോലെ ഭൂമിയായിട്ടുള്ള ജീവന്റെ നിലനിൽപ്പ് വരെ ചന്ദ്രനായിട്ട് എത്ര ബന്ധത്തിലാണുള്ളത്. ആ ചന്ദ്രനെ രണ്ട് ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കണം? ഈ ഭൂമി അതിന്റെ പുതിയ ന്യായം കേട്ടിക്കണോ? അതായത് അങ്ങനെ സംഭവിച്ചാല് അത് ഭൂമി തകരുക എന്നുള്ളത് നാച്ചുറൽ ലോ ആണല്ലോ.
അതിന് വിരുദ്ധമായതാണല്ലോ മുജിദത്ത്. മനസ്സിലായി? അതുകൊണ്ടാണ് മൊയ്ത് പറഞ്ഞത്. അതാണ് മുജിദത്ത്. അപ്പൊ ഓക്കെ, ചന്ദനം പിളർത്തുക എന്നുള്ള അന്നത്തെ കാലത്തുള്ള അതെ അല്ല അന്നത്തെ കാലത്തുള്ള ഈ ചേരമാൻ പെരുമാൾ അല്ലാതെ ഏതെങ്കിലും ഒരു ചരിത്രകാരന് അത് കണ്ടതായിട്ട് എഴുതി ഏതെങ്കിലും ആ ചേരമാൻ പെരുമാളിന്റെ കഥ അന്വേഷിച്ച് പോയാല് ഇത് കാലഘട്ടം മറ്റേ ഫിറോവിന്റെ കഥ അത് വേറെ കഥ. അതെ അല്ല അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കിയത്. അതല്ലാതെ അന്ന് കാലത്തുള്ള ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറെ അന്വേഷിച്ചു, ഞാൻ കണ്ടിട്ടില്ല. ഈ ചേരമാൻ പെരുമാളിന്റെ കഥ നമ്മളെ ഓ മാധവനല്ലേ ഒരു ചരിത്രകാരനുണ്ടല്ലോ, എന്തൊരു മാധവനാണ് ആള് എഴുതിയിട്ടുണ്ട്. അത് ശുദ്ധമായ അയാളുടെ കഥ വെച്ച് നോക്കിയാൽ ഇത് വളരെ വലിയ അസംബന്ധമാണ് ഈ കഥയൊക്കെ. അതെ, അത് മറ്റേ മറിയമ്മിന്റെ കഥ പറഞ്ഞിട്ടാണ് ഹാറൂന്റെ മറിയമ്മ രണ്ട് കാലഘട്ടത്തിലുള്ളത്. അതെ അതെ, അതൊന്നും ഇപ്പോ പറഞ്ഞാൽ അത് കഥകൾ എഴുതുമ്പോ എന്തൊക്കെയാ പറയാ, എന്തൊക്കെ തോന്നിയ പോലെ എഴുതാണ്. പിന്നെ അത് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അന്ന് ഈ കഥ അന്നൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യാനും ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ടെക്നോളജിയും കാലഘട്ടവും ആൾക്കാരൊക്കെ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. അന്ന് ആ മരുഭൂമിയിൽ പറഞ്ഞു പോയതല്ലേ സാധു മനുഷ്യൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 5 നേരം നിസ്കരിക്കാറുണ്ട്. പിന്നെ സൂര്യൻ ഉദിക്കുന്നു മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വരെ നോമ്പൊക്കെ അറിയണ്ട്. ഈ പഠിച്ചോനെ അറിയില്ലായിരുന്നോ 6 മാസം പകലും 6 മാസം രാത്രിയുള്ള സ്ഥലം ഭൂമി തന്നെ ഉണ്ടെന്നുള്ളത്? അതെ, അതങ്ങനെയല്ലേ, ഇത് ഉമ്മുൽ ഖുറായിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് പറഞ്ഞല്ലേ. പിന്നെ അത് ആ ഏരിയ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ടെന്ന് പോലും അറിയില്ലെന്ന് പറയാം. അറിയില്ലേ? ഈ കടലിന്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാത്തോണ്ടല്ലേ സൂര്യനെ കുറിച്ച് ചോദിച്ചപ്പോ അതങ്ങനെ പോയിട്ട് ചളിക്കുണ്ടിൽ കൂടിയാണ് പോകുന്നത്. ചളിക്കൊണ്ട് പോകും പറഞ്ഞത് അതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് അന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ വെളിച്ചപ്പാടുകൾ ഉണ്ടല്ലോ. വെളിച്ചപ്പാടുകൾ എന്താണ്, അവര് വെളിച്ചപ്പാടായി കഴിഞ്ഞാൽ അവര് പറയുന്ന അവർക്ക് തന്നെ അറിയില്ല, എന്താ പറയുന്ന അറിയില്ല. അവര് വേറൊരു ലെവലില് ഒരു പിന്നെ കാളിയേട്ടന്മാരാണ് അവര്. എന്ന പോലെ നബിക്കന് അറിയില്ല നബി എന്തൊക്കെ പറഞ്ഞു ഒരുപക്ഷെ അറിയണ്ടാവില്ല. ആ നബിക്കൊരു വെളിച്ചപ്പാട് പോലെ വന്ന് ആ സമയത്ത് ഇപ്പൊ കുതിരന്റെ ഒട്ടത്തിന് പുറത്ത് ഒട്ടൊക്കെ ഇങ്ങനെ വിയർക്ക് പിന്നെ നടു വളക്കായിരുന്നു പറഞ്ഞത്. അത്രമാത്രം ഒരു ശക്തി ശരീരത്തേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. വെളിച്ചപ്പാടുകളിൽ ശക്തി ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്തെ കഥയല്ലേ അത്. അതിനുശേഷം പിന്നെ ഉണ്ടായത് മുസൈലിമ അതിലും അടിപൊളിയായിട്ട് ഖുറാൻ പോലെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് വെളിച്ചപ്പാടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഈ ലോകാവസാനം വരെ അത് മാത്രം നടക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം മുഴുവുള്ളത്. വിളിച്ചാല് സന്തോഷം. ഞാൻ ചെറിയ പരിപാടികളിലാണ്. ഇനിയിപ്പോ യാത്രയിലായിരുന്നു ഇവിടെ എത്തിയത്. നമ്മുടെ നാട്ടില് പോളറൈസേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം മലപ്പുറം ജില്ലയിലൊക്കെ പോളറൈസേഷൻ വന്നത് ഈ ഒരു മീശ പഠിച്ചത് ആടി വെച്ച ആളുകൾ വന്നതിന് ശേഷമാണ്. അത് ഈ മുജാഹിദുകളാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവന്മാർക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട്. അതെ അതെ, ഇത്രമാത്രം പോളറൈസേഷൻ ധ്രുവീകരണം വന്നത് ഇവരുടെ ദേവത്വം കൊണ്ടാണ് ഉണ്ടായത്. ദേവത്വം തന്നെ. പിന്നെ തൊട്ട അയലോക്കത്ത് ഹിന്ദു ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല, പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ക്രിസ്ത്യൻ ആണെങ്കിൽ അവിടേക്കാണ് പ്രശ്നം. അതെന്താണ് അത്രമാത്രം. അതെ അതെ, ആയിക്കോട്ടെ. എന്തായാലും മനുഷ്യന് പറഞ്ഞാൽ ശരിയാവുന്നേ. ഓക്കെ, നിങ്ങളൊന്ന് കിട്ടാൻ വേണ്ടി. ശരി ശരി ശരി.